Hi, I am Rogis Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സയൻസ് റിസർച്ച് ക്യാമ്പസുകൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ ഐസർ. ട്രിവാൻഡ്രത്ത് ഉൾപ്പെടെ ഇന്ത്യയിൽ 7 ഐസറുകളുണ്ട്. ബെർഹാംപൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, മൊഹാലി, പൂനെ, ട്രിവാൻഡ്രം, തിരുപ്പതി ഇങ്ങനെ ഈ 7 ഐസറുകളിലേക്ക് അഡ്മിഷൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഏപ്രിൽ 1 മുതൽ മെയ് 13 വരെ നമുക്ക് ഓൺലൈനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. iceradmissions.ac.in ഈ വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് വേണം നമുക്ക് ഐസറിൻ്റെ ക്യാമ്പസിലേക്ക് അഡ്മിഷനുള്ള എലിജിബിലിറ്റി നേടാൻ. ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതണം. IAT 2024 ഈ ടെസ്റ്റ് പേപ്പറിന് 4 സബ്ജക്റ്റിൻ്റെ എക്സാമിനേഷനാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. 3 അവേഴ്സിൻ്റെ എക്സാമിനേഷൻ. ഓരോ സബ്ജക്റ്റിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ് വീതം 60 ക്വസ്റ്റ്യൻസിന് 4 മാർക്ക് ശരി ഉത്തരത്തിന് അവാർഡ് ചെയ്യുകയും ടോട്ടൽ 240 മാർക്കും ലഭിക്കുന്ന എക്സാമിനേഷനാണ് IAT എക്സാമിനേഷൻ. ഈ എക്സാമിനേഷൻ്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഐസറിൻ്റെ 7 ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. ആപ്ലിക്കേഷൻ ഫീസ് 2000 റുപ്പീസ് ആണ്. റിസർവേഷൻ കാൻഡിഡേറ്റ്സിന് 1000 റുപ്പീസ് മാത്രമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരിക. +2 പഠിച്ച് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കോ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും നമുക്ക് ഈ ഐസറിലെ അഡ്മിഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഈ ഐസറിൻ്റെ ക്യാമ്പസുകളിലെല്ലാം ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്കാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. റിസർച്ച് കോഴ്സുകൾക്കാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക. കോഴ്സുകളായിട്ടുള്ളത് ബയോളജിക്കൽ സയൻസ്, കെമിക്കൽ സയൻസ്, എർത്ത് ആൻഡ് എൻവിറോൺമെൻറ്റൽ സയൻസ്, എർത്ത് ആൻഡ് കെമിക്കൽ സയൻസ്, ജിയോളജിക്കൽ സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസ്. ഇതിനോടൊപ്പം ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സുകളായ ബയോളജിക്കൽ സയൻസ്, കെമിക്കൽ സയൻസ്, ഡേറ്റ സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്നീ കോഴ്സുകളിലേക്കും നമുക്ക് ഐസറിൻ്റെ ക്യാമ്പസുകളിൽ ഒരു അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ IAT എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഈ 7 ഐസറുകളുടെ ക്യാമ്പസിലും എല്ലാ കോഴ്സുകളും ഇല്ല. ഓരോ ഐസറിൻ്റെ ക്യാമ്പസിലും ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്ന് iceradmissions.ac എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് വിശദമായിട്ട് ആ പ്രോസ്പെക്ടസ് റീഡ് ചെയ്യുന്നതിലൂടെ ഓരോ ക്യാമ്പസിലെയും കോഴ്സുകൾ ഏതൊക്കെയെന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. 2024 IAT 2024 എക്സാമിനേഷൻ നടക്കുന്നത് ജൂൺ 9 ഓൺലൈനായിട്ടുള്ള എക്സാമിനേഷനാണ്. ഈ ഓൺലൈൻ എക്സാമിനേഷനാണ് 60 ക്വസ്റ്റ്യൻസും 240 മാർക്കും വരുന്ന എക്സാമിനേഷൻ. ഇതിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 7 ഐസറുകളിലും നമുക്ക് അഡ്മിഷൻ നേടാൻ പറ്റുക. ഈ IAT 2024 എഴുതുന്നതിലൂടെ മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമുക്ക് IIT മദ്രാസിൻ്റെ ക്യാമ്പസിൽ 2023 സ്റ്റാർട്ട് ചെയ്ത മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയുടെ കോഴ്സിലേക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ടും ഈ IATയുടെ സ്കോറാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഒരു ന്യൂ ജനറേഷൻ കോഴ്സിൽ വരുന്ന ഏറ്റവും ജോലി സാധ്യത ലഭിക്കുന്ന ഒരു മികച്ച കോഴ്സാണ് മദ്രാസ് IIT അനൗൺസ് ചെയ്ത മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് അലൈഡ് കോഴ്സ്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കാനും നാം ഐസറിൻ്റെ തന്നെ IAT 2024 എക്സാമിനേഷൻ എഴുതിയാൽ മതിയാവും. ഇതിനോടൊപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മറ്റൊരു സയൻസ് റിസർച്ച് ക്യാമ്പസാണ് ISC ബാംഗ്ലൂർ. ഈ ISC ബാംഗ്ലൂരിൻ്റെ ക്യാമ്പസിൽ നമുക്കൊരു അഡ്മിഷൻ ലഭിക്കാൻ നാം എഴുതേണ്ട എക്സാമിനേഷൻ എന്ന് പറയുന്നത് JEE അഡ്വാൻസ് എക്സാമിനേഷനാണ്. അപ്പം നാം ഇപ്പോൾ മനസ്സിലാക്കിയ 3 വിവിധ കോഴ്സുകൾ, ഐസറിൻ്റെ ക്യാമ്പസിലുള്ള ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ്, ISC ബാംഗ്ലൂരിൻ്റെ ക്യാമ്പസിലുള്ള വിവിധ പ്രോഗ്രാമുകൾ, IIT മദ്രാസ് ക്യാമ്പസിലുള്ള മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് അലൈഡ് കോഴ്സ്, ഇതൊക്കെ തന്നെ സയൻസ് മേഖലയിലെ ഏറ്റവും മികച്ച റിസർച്ച് കോഴ്സസ് ആണ്. ഇതേപോലുള്ളൊരു കോഴ്സിലേക്കൊക്കെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ കൃത്യമായ സമയത്ത് ഓരോ വെബ്സൈറ്റുകളും മനസ്സിലാക്കി എൻട്രൻസ് കമ്മീഷൻ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഈ 7 ഐസറുകളിലും ഒരു അഡ്മിഷൻ ലഭിക്കാൻ നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് 2024 ഏപ്രിൽ 1 മുതൽ മെയ് 13 ബിഫോർ ആയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് ഐസറിന് വേണ്ടിയിട്ട് നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇതിനോടൊപ്പം ISC ബാംഗ്ലൂരിൽ ഒരു അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ JEE അഡ്വാൻസ് എക്സാമിനേഷൻ നാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ദെൻ IIT മദ്രാസിൻ്റെ ക്യാമ്പസിലെ മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് അലൈഡ് കോഴ്സിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം ഇതിനോടൊപ്പം തന്നെ IATക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇങ്ങനെ
സയൻസ് റിസർച്ച് ഫീൽഡിലേക്കും ടെക്നോളജി ബേസുള്ള കോഴ്സിലേക്കും ബാച്ചിലർ ഡിഗ്രി കോഴ്സുകളിലേക്കുമൊക്കെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് നാം എപ്പോഴും അലേർട്ടായിരിക്കുക എന്നുള്ളതാണ് +1 +2 സയൻസ് എടുത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ റെസ്പോൺസിബിലിറ്റി. അവിടെ വിദ്യാർത്ഥികളെയും പേരൻസിനെയും ഹെൽപ്പ് ചെയ്യുകയാണ് ആൽഫ അക്കാഡമി യൂട്യൂബ് ചാനലിലൂടെ ചെയ്യുന്നത്. ഓരോ കോഴ്സസും ഓരോ ക്യാമ്പസുകളും ഓരോ പ്രോഗ്രാമുകളും കൃത്യസമയത്ത് പേരൻസിലേക്ക് ഈ ചാനലിലൂടെ എത്തിക്കുന്നു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻട്രൻസ് കോഴ്സസ്, എക്സാമിനേഷൻസ്, ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായി പേരൻസിലേക്കും വിദ്യാർത്ഥികളിലേക്കും എത്തിക്കൊണ്ടേയിരിക്കും. ഇതിനോടൊപ്പം ഈ പരീക്ഷകൾക്കൊക്കെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം വിവിധ ക്യാമ്പസുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനോടൊപ്പം ഒരു വിദ്യാർത്ഥി പ്രാധാന്യത്തോടെ ചെയ്യേണ്ടതാണ് അതിനുള്ള പ്രിപ്പറേഷനും. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായി പ്രിപ്പയർ ചെയ്തുകൊണ്ട് എൻട്രൻസുകൾക്ക് ഒരുങ്ങുമ്പോഴാണ് അവിടെ വിജയം നേടാൻ സാധിക്കുക. അങ്ങനെ ഒരു വിദ്യാർത്ഥി വിജയിക്കാനായി വർക്ക് ചെയ്യുമ്പോൾ അവരുടെ കഴിവുകൾ വളരണം, സ്കില്ലുകൾ വളരണം. ആ സ്കില്ലുകൾ വളരണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ഏറ്റവും നല്ല കെയറിങ്ങും സപ്പോർട്ടും ഒക്കെ അവിടെ ആവശ്യമാണ്. അവിടെയാണ് ആൽഫ അക്കാഡമി വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളോടൊപ്പം എത്തുന്നത്. ഈ 2 സെക്ടറിലും ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയമാവട്ടെ, നന്നായിട്ട് പഠിച്ചു വളരാനുള്ള സമയമാവട്ടെ. പഠിച്ചു വളരുക എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത് ശരിക്കും +2 കഴിഞ്ഞ് ചിന്തിക്കേണ്ട കാര്യമല്ല. ഏറ്റവും കൃത്യമായ സമയം എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിയുമ്പോഴാണ്. 11th 12th സ്റ്റഡിയോടൊപ്പം ഏറ്റവും മികച്ചൊരു ട്രെയിനിങ്ങിലൂടെ വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്താൽ അവിടെയൊക്കെ പേരൻസിൻ്റെ മനസ്സിൽ സംശയം വരും, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ബാലൻസ് ആവുമോ? NCERT 11th 12th പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്ക് തന്നെ, അത് CBSEയോ സ്റ്റേറ്റ് ബോർഡോ ISCയും ഏതുമായിക്കോട്ടെ, എല്ലാവരും പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്ക് സെയിം ആണ്. ഈ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നമ്മുടെ ബോർഡ് എക്സാമിനേഷനും വേണ്ടത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഈ പരീക്ഷകൾക്കെല്ലാം പറ്റുന്ന രീതിയിൽ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് സ്ട്രെസ് ഫ്രീ ആയി കുട്ടികളെ പഠിപ്പിക്കുകയാണ് ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ. 10ാം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് വിൻ ചെയ്താൽ നമ്മുടെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാം. പഠനത്തിനോടൊപ്പം തന്നെ എൻട്രൻസുകൾക്കും ട്രെയിനിങ് നേടാം. ഡെയിലി എക്സാമിനേഷൻ പാറ്റേണിലൂടെ അവരുടെ മോണിറ്റർ ചെയ്ത് വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റം. മോഡൽ എക്സാമിനേഷനും പേഴ്സണൽ അറ്റൻഷനും മോട്ടിവേഷണൽ പ്രോഗ്രാംസ്, യോഗ, മെഡിറ്റേഷൻ, നല്ല ലൈബ്രറി ഫെസിലിറ്റി, സ്റ്റഡി മെറ്റീരിയൽസ്, ടീച്ചേഴ്സിൻ്റെ കൂടെയുള്ള ഒരു റെസിഡൻഷ്യൽ ഹോസ്റ്റൽ ഫെസിലിറ്റി, ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ലൊരു വിജയത്തിലേക്ക് +2നോടൊപ്പം എത്താൻ പറ്റുന്ന ഈ സ്കൂൾ സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് പഠിക്കാം. ഇല്ലെങ്കിൽ +2 കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് റിപ്പീറ്റർ ബാച്ചോ ലോങ് ടൈം കോച്ചിങ്ങോ ക്രാഷ് കോഴ്സിലൂടെ ഒക്കെ പഠിക്കാം. ഇവിടെ ഏത് സമയത്തും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഏത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. പുതിയൊരു കോഴ്സും അറിവുമായി നമുക്ക് വീണ്ടും കാണാം. ബെസ്റ്റ് വിഷസ്.